Hello everyone, welcome to GPod Plus on Commerce and Humanities. It's me, Nafi. Yes. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഓണം എക്സാമിൻ്റെ പോർഷൻസ് എവിടെ കൊമേഴ്സിൻ്റെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഹ്യൂമാനിറ്റീസിന് ഓണം എക്സാമിൻ്റെ പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു GPod Plus on Commerce and Humanities. It's me, Nafi. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യട്ടോ. പ്ലസ് 1 ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓണം എക്സാം പ്ലസ് 1കാർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഗവൺമെൻറ് പ്ലസ് 1ൻ്റെ അഡ്മിഷൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ പ്ലസ് 1 ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സർക്കുലർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെയുള്ള ദിവസങ്ങളിൽ പ്ലസ് 2കാർക്ക് എന്ത് നടക്കുന്നുണ്ട്? ഓണം എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ പ്ലസ് 1കാർക്ക് എന്ത് ചെയ്തേക്കാം? ഓണം എക്സാം നടന്നേക്കാം. അപ്പോൾ ഈ ഓണം എക്സാമിന് ഏതൊക്കെ പാഠങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് തന്നെ ഒരു സ്കീം ഓഫ് വർക്ക് ഇറക്കിയിട്ടുണ്ട്. ആ സ്കീം ഓഫ് വർക്കിൽ ഫസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദ്യം വരിക. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എത്ര ചാപ്റ്റർ ആണോ എടുത്തത് അതിൻ്റെ ബേസിലും ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൽ ശരിക്കും ഗവൺമെൻറ് സിലബസ് അനുസരിച്ച് 2 യൂണിറ്റുകൾ, യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ആണ് എന്തിനുള്ളത്? ഓണം എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ ചാപ്റ്റേഴ്സ്. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ യൂണിറ്റ് 1 മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ സ്കൂൾ എത്ര ചാപ്റ്ററാണ് എടുത്തത് അതിനെ ബേസ് ചെയ്തും ചിലപ്പോൾ എന്ത് നടത്താം? ഓണം എക്സാം നടത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓണം എക്സാം ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ചോദിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2. യൂണിറ്റ് 1 4 ചാപ്റ്റേഴ്സും യൂണിറ്റ് 2 2 ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾക്ക് എന്തിന് ചോദിക്കുക? ഓണം എക്സാമിന് ചോദിക്കുക. ഇനി മലയാളമാണെങ്കിൽ കിനാവ്, കാഴ്ച എന്നീ 2 യൂണിറ്റുകളായിരിക്കും നിങ്ങൾക്ക് എന്തിന് ചോദിക്കുക? ഓണം എക്സാമിന് ചോദിക്കുക. ഇനി ഹിന്ദി ആണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എന്തിനുണ്ടാവുക? ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുണ്ട്? ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. അടുത്തത് അറബി ആണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുണ്ടാകും? ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് അറബി ആണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തിന് പഠിക്കാനുണ്ട്? ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. ഇനി എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്, അതേപോലെ ഇന്ത്യൻ എക്കണോമിക്സും ഉണ്ട് അല്ലേ. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റി, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നീ 3 ചാപ്റ്റേഴ്സും, ഇന്ത്യൻ എക്കണോമിക്സ് നിന്ന് ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവനിങ് ഓഫ് ഇൻഡിപെൻഡൻസും, അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി 1950 to 1990, ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിനുണ്ടാവുക? എക്കണോമിക്സിൽ ഓണം എക്സാം ഉണ്ടെങ്കിൽ അതിനുണ്ടാവുക. അടുത്തത് പൊളിറ്റിക്സിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ 3 ചാപ്റ്ററാണ് നിങ്ങൾക്ക് എന്തിന് ചോദിക്കുക? ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഓണം എക്സാമിന് പൊളിറ്റിക്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്നുള്ള 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇനി ഹിസ്റ്ററിയിൽ വരികയാണെങ്കിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ചാപ്റ്റർ, ആൻഡ് എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ, ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക? സ്കൂൾ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം അല്ല, അത് പണ്ട് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഈ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്ന് കുറച്ച് പോർഷൻസ് ഒക്കെ ഒഴിവാക്കി പുതിയ ചാപ്റ്റർ ആക്കിയതാണ് എന്ത്? ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. ആ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് അടക്കമുള്ള 3 ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ഓണം എക്സാമിന് ചോദിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യോളജിയിൽ ഈ 3 ചാപ്റ്റേഴ്സാണ്. സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, ടേംസ്, കോൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ 3 ചാപ്റ്റേഴ്സാണ് സോഷ്യോളജിയിൽ ഓണം എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ ജോഗ്രഫിയിൽ വരികയാണ്. ജോഗ്രഫിയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 2 ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫിയിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് ശ്രദ്ധിക്കണേ. 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ്. ഇതൊക്കെ ചാപ്റ്റർ ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ, ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻ ആൻഡ് കോണ്ടിനെൻറ്റ്സ്, ജിയോമോർഫിക് പ്രോസസ്, ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ എവല്യൂഷൻ. ഇത്രയും 6 ചാപ്റ്റേഴ്സും. 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യ ലൊക്കേഷൻ ആൻഡ് ഇന്ത്യ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി. ഇങ്ങനെ മൊത്തം 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുണ്ട്? പ്ലസ് 1 ജോഗ്രഫിയിൽ ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 ചാപ്റ്റേഴ്സാണ്. സ്റ്റാറ്റിസ്റ്റിക്സ്, സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്, സെൻട്രൽ ടെൻഡൻസി, എയിം. അഥവാ ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പ്ലസ് 1 ഓണം എക്സാം നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അതിൻ്റെ ഒഫീഷ്യൽ സർക്കുലറോ നോട്ടിഫിക്കേഷനോ വന്നിട്ടില്ല. അപ്പോൾ ഓണം എക്സാം നടക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് നടക്കുക? ഓണം എക്സാം നടക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക, ഒന്നുകൂടി കമൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റർ ഹ്യൂമാനിറ്റീസിൽ എടുത്തു കഴിഞ്ഞു, ഈ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹ്യൂമാനിറ്റീസിൽ എടുത്തു കഴിഞ്ഞിട്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ എത്ര ചാപ്റ്ററാണ് എടുത്തത് അതിൻ്റെ ബേസും ചിലപ്പോൾ എന്ത് നടക്കാം? ഒരു എക്സാം നടക്കാം. ഓണം എക്സാമിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സർക്കുലർ വന്നാൽ മാത്രമേ അത് കറക്റ്റ് ചെയ്ത് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ എന്തായാലും പബ്ലിക് എക്സാമിന് പഠിക്കണം. അപ്പോൾ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡിപ്പോ മോട്ടിവേഷനൊക്കെ വേണമെങ്കിൽ nafi.gpod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. എന്തെങ്കിലും സ്റ്റഡിപ്പോ മോട്ടിവേഷനോ വേണമെങ്കിൽ nafi.gpod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ കേട്ടോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.